തൊപ്പി ഗ്യാങ്ങിനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് DGP റവാഡ ചന്ദ്രശേഖർ. ഇത് അന്വേഷിക്കുന്നത് കേരള സംസ്ഥാന സൈബർ ഓപ്പറേഷൻ സൂപ്രണ്ട് ആണ്. അദ്ദേഹമാണ് ഇത് അന്വേഷിക്കുന്നത്, അങ്കിത് അശോകൻ. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഈ അന്വേഷണത്തെ കുറിച്ചല്ല എനിക്ക് പറയാനുള്ളത്. ഈ കഴിഞ്ഞ ദിവസവും വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഈ സൈബർ ഇടങ്ങളിലെ ക്രൂരതകളെ കുറിച്ചും നെറികേടിനെ കുറിച്ചും അല്ലെങ്കിൽ അതിലെ അശ്ലീലത്തെ കുറിച്ചും, സത്യത്തിൽ അതാണ് വാക്ക്, അശ്ലീലത്തെ കുറിച്ചുമാണ് പറഞ്ഞത്. പല രീതിയിൽ നമ്മുടെ മക്കൾ ഇതിൽ പെട്ടുപോകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് വീട്ടുകാർ ഇനി സമയമില്ല എന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. നിങ്ങൾ കുട്ടികളെ ശ്രദ്ധിച്ച നിങ്ങളുടെ കുട്ടികൾ കൃത്യമായി നിങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടാവും. ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അശ്ലീലങ്ങളിൽ കുടുങ്ങി പോകാനുള്ള സാധ്യതകളുണ്ട്. അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമനെയാണ് ഈ പറയുന്ന പരാതി കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതിൽ പറയുന്നത് പോക്സോ, നർക്കോട്ടിക്, MDMA ഉപയോഗം, ശാരീരിക മാനസിക പീഡനം, അശ്ലീല പ്രചാരണം, ഇതൊക്കെയാണ്. തൊപ്പി എന്ന് പറയുന്ന മുഹമ്മദ് നിഹാദ്, മമ്മു എന്ന് പറയുന്ന മുഹമ്മദ്, മറ്റൊരു ഷമീർ, ഇവരെ വിളിക്കുന്ന ഒരു പേരുണ്ട് കേട്ടോ. ഞാനിത് ഇന്നാണ് സെർച്ച് ചെയ്യുമ്പോഴാണ് അറിയുന്നത്. MRZ ഗ്യാങ് എന്നാണ് പറയുന്നത്. ഈ ഗ്യാങ്ങിലേക്ക്, അതായത് തൊപ്പി തുടങ്ങിയതാണ്. സത്യത്തിൽ ഇവനെ തൊപ്പി എന്നല്ല വിളിക്കുന്നത്, വെളിവുകേടെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാക്കോ ഒക്കെ വിളിക്കണം. ഇവന്റെയൊക്കെ അസുഖം വേറെയാണ്. ഇവനെയൊക്കെ ചികിത്സിക്കണം എന്നല്ലാതെ എന്ത് പറയണം. ചികിത്സ വേണ്ടുന്ന, നല്ല രീതിയിൽ ചികിത്സ വേണ്ടുന്ന പ്രശ്നങ്ങൾ ഇവനൊക്കെ ഉണ്ട്. കാരണം ഇവനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ഇങ്ങനത്തെ വിഷയങ്ങളൊന്നും നോക്കാത്തതാണ്. പക്ഷേ ഇങ്ങനെ ഇതിനു മുമ്പും ഇയാളെ കുറിച്ച് പരാതി വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ പത്രപ്രവർത്തന സമയത്ത് നമ്മുടെ മൈൻഡിലേക്ക് കയറി പോയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോഴേ മനസ്സിലാവുന്നുണ്ട് ഇതൊരു ദുരന്തമാണ്. അതായത് സൈബർ ഇടത്തിലെ വലിയൊരു ദുരന്തമാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവനൊക്കെ വലിയ വിഷയമാകും എന്നുള്ളതൊക്കെ. ഇതൊക്കെ എടുത്ത് ഇവന്മാരുടെ വീഡിയോകളൊക്കെ എടുത്തിട്ട് സൈബർ ഇടങ്ങളിൽ ട്രോളുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ട്രോളുകളിലൂടെ പോലും ഇവന്മാർക്ക് ഹൈപ്പാണ് കിട്ടുന്നത്. അപ്പൊ ഈ ട്രോളുകൾ ഇട്ട് വരുമാനം ഉണ്ടാക്കുന്നവരും ശ്രദ്ധിക്കണം. ട്രോളാൻ നല്ല രീതിയിൽ തമാശകളും നമ്മൾ പറയില്ലേ, വാവിട്ട ചില സമയത്ത് അറിയാതെ വീണു പോകുന്ന ചില അബദ്ധങ്ങളും കാര്യങ്ങളും ഒക്കെ വളരെ രസകരമായിട്ട് കുടുംബത്തോടൊപ്പം ഒക്കെ ഇരുന്ന് കാണാൻ പറ്റുന്ന പല അനുഭവങ്ങളും പലർക്കും ഉണ്ടാകാറുണ്ട്. സിനിമാ താരങ്ങളുടെയൊക്കെ വായിന്ന് വീഴുന്ന വെള്ളി എന്ന് പറയുന്നത് ചില സമയത്ത് രസമാണ്. അതുപോലെ തന്നെയാണ് രാഷ്ട്രീയ നേതാക്കളുടെയൊക്കെ, അല്ലെ? നമ്മുടെ മുൻകാലങ്ങളിലൊക്കെ രാഷ്ട്രീയ നേതാക്കളെ അവരുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് വലിയ രീതിയിൽ ട്രോളുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോ MLA കൂടിയായിട്ടുള്ള രമേശ് പിഷാരടിയൊക്കെ, അദ്ദേഹമൊക്കെ എത്ര മനോഹരമായിട്ടാണ് ഉമ്മൻചാണ്ടി സാറിനെ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് അനുകരിച്ച് കാണിക്കുകയും ഉമ്മൻചാണ്ടി സാർ അത് എത്രത്തോളം ഹാർട്ട് ഓപ്പൺ ആയിട്ടാണ് അത് ആസ്വദിക്കുകയും ഒക്കെ ചെയ്തത്. അങ്ങനത്തെ വീഡിയോകളൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ നടക്കുന്ന ട്രോളുകൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ആളുകളെ എടുത്തിട്ടാണ്. പിന്നെ കുറെ എണ്ണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അതായത് ന്യൂഡ് ഫോട്ടോഷൂട്ട്, ന്യൂഡ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് സബ്സ്ക്രിപ്ഷനും പരിപാടികളും ഒക്കെ എടുത്തിട്ടിട്ട് ഇതൊരു പുരോഗമനമാണ്, ഇങ്ങനെയും ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഈ സൈബർ ഇടങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോ 18+ മാത്രമല്ല ഉപയോഗിക്കുന്നത്. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഈ തൊപ്പി എന്ന് പറയുന്നവനുണ്ടല്ലോ, തൊപ്പി എന്ന് പറയുന്ന ഈ തലക്ക് വെളിവില്ലാത്തവൻ കൂടുന്ന ഇടത്ത് ഒരു ഉദ്ഘാടനത്തിന് വരുമ്പോൾ കൂടിയിട്ടുള്ളത് ഏതാണ്ട് 12 വയസ്സ് മുതൽ 10-22 വയസ്സ് വരെയുള്ള കുട്ടികളാണ്. അപ്പൊ ഈ കുട്ടികളിലേക്ക് ഇവരൊക്കെ പറയുന്ന അശ്ലീലം എന്ന് പറയുന്നത് എത്രത്തോളം എത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇവരുടെയൊക്കെ പിന്നിൽ സത്യം പറഞ്ഞാൽ മറ്റു മാഫിയകളാണോ? അതായത് തൊപ്പി ഗ്യാങ് ഒക്കെ, അവരൊക്കെ ജീവിക്കുന്ന രീതി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വല്ലാത്തൊരു അരാജകത്വം നിറഞ്ഞ രീതിയിലേക്ക് ആണ് പോകുന്നത്. അപ്പോ ഈ അരാജകത്വം നിറഞ്ഞ രീതിയിലേക്ക് കുട്ടികളെ കൊണ്ടുവരികയാണ്, അല്ലെ? അതിൽ അഡിക്റ്റഡ് ആയിട്ട് നമ്മൾ ഒരു വീഡിയോ 1-2 തവണ ഒരാളുടെ വീഡിയോ നമ്മൾ കാണുകയാണെങ്കിൽ ചില സാഹചര്യങ്ങളിൽ നമ്മളെ അത് വലിച്ചെടുക്കും, നമ്മളെ അങ്ങ് വലിച്ചതിലേക്ക് എടുക്കും എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ അഡിക്റ്റഡ് ആവുകയാണ്. അങ്ങനെയാണ് പലർക്കും സംഭവിക്കുന്നത്.
ഈ തൊപ്പിയും തൊപ്പിയുടെ ഗാങ്സും ഒക്കെ പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ അറപ്പ് തോന്നും. ഇപ്പൊ ഇവന്മാര് തമ്മിലുള്ള ഈ ശണ്ഠയ്ക്ക് പോലും കാരണമായിട്ട് 2 കാര്യങ്ങൾ എനിക്ക് തോന്നി. അതിൽ ഒന്ന് എന്ന് പറയുന്നത് ഇവർക്കിടയിലെ ഫണ്ടിങ്ങിൽ ഇവന്മാർക്കിടയിലെ ധാരണകൾക്കിടയിൽ എവിടെയോ വശപ്പിശക് സംഭവിച്ചു. അതുകൊണ്ട് ഇവന്മാർ തമ്മിൽ ഉടക്കി എന്നുള്ളതാണ്. ഉം. അത് ഒരു കാരണം. മറ്റൊന്ന് എന്ന് പറയുന്നത് ഇവരുടെ ഇവൻ അതായത് ഇവൻ ഈ പറയുന്ന തൊപ്പിയുടെ എനിക്കത് എങ്ങനെ നിങ്ങളോട് പറയണം എന്നുള്ളതാണ്. എന്തായാലും തുറന്നു പറയാം. തൊപ്പിയുടെ കാമുകി എന്ന് പറയപ്പെടുന്ന പെൺകുട്ടിയുടെ ഇന്നർ വെയർ വരെ ഇവന്മാരെ കൊണ്ട് അലക്കിച്ചു എന്നാണ് പറയുന്നത്. ഈ അലക്കി എന്ന് പറയുന്നത് പിന്നെ തൊപ്പി തിരിച്ചു പറയുന്നുണ്ട്, എന്റെ വീട്ടിൽ ഡ്രഗ്സ് കയറ്റിയത് ഇവരാണ്, ഞാൻ അതുവരെ ഉണ്ടാക്കിയിട്ടില്ല, കണ്ടിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്തായാലും ഇത്തരത്തിൽ ഇന്നർ വെയർ ഒക്കെ കഴുകി ഇട്ടതിന് ശേഷം ഇവന്മാര് വന്നിട്ട് ഒന്നില്ലെങ്കിൽ അപ്പോഴേ പറയണം, നീയേ ഈ പരിപാടി നിന്റെ കയ്യിൽ വെച്ചാ മതി, നമ്മളോട് ഇറക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അവനെ ചെകിട്ടിത്തടിച്ച് ഇറങ്ങി പോന്നിട്ട് പറഞ്ഞിരുന്നെങ്കിൽ അന്തസ്സുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇവർ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ ആദ്യം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം തന്നെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊന്ന് പറയാനുള്ള ഈ ഇന്നർ വെയർ ഉൾപ്പെടെ കഴുകി എന്ന് പറയുന്നത്, ഈ കഴുകിയ അവന്മാരെ ഇന്റർവ്യൂ ചെയ്യുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇവന്മാര് ചെയ്യുന്നത് മുഴുവൻ ഇത്തരത്തിലുള്ള അശ്ലീലമാണ്. ഈ അശ്ലീലം ചെയ്യുന്നവരെ വിളിച്ചു വരുത്തി ഒരു ചാനൽ ആങ്കർ ഇരുന്ന് ഇന്റർവ്യൂ ചെയ്യുകയാണ്. ഈ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഇവന്മാര് പറയുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ കേട്ട് കുളിര് കോരുന്ന ആങ്കർ മനസ്സിലാവുന്നില്ല ഇവര് പറയുന്നത് എന്താണെന്ന് അറിയോ. ഇവന്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ഒളിഞ്ഞു നോട്ടമാണ്. എന്നിട്ട് പച്ചയ്ക്ക് ചോദിക്കും, താല്പര്യം ഉണ്ടോ എന്നുള്ളത്. ചിലയിടത്തുനിന്ന് അടി കിട്ടുമെന്ന് ഇവന്മാര് തന്നെ ഇവൻ പറയുകയാണ്. ചിലയിടത്തുനിന്ന് കാര്യം നടക്കുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പൊ ഇവരുടെയൊക്കെ ജോലി എന്താണ്, അല്ലെ? എത്രത്തോളം അരാജകത്വമാണ് നമ്മുടെ സമൂഹത്തിലേക്ക്, നമ്മുടെ കുട്ടികളിലേക്ക് ഇവരൊക്കെ ഇൻജെക്ട് ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കണം. വല്ല ജോലിയും കൂടി വേണം. നമുക്കറിയാം, നമുക്ക് ഈ സ്പേസ് ഒക്കെ വളരെ കൃത്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, അല്ലെ? സൈബർ സ്പേസിലൂടെ എത്രത്തോളം നല്ല ഭംഗിയായിട്ട് നല്ല രീതിയിൽ കണ്ടന്റ് ഒക്കെ ഇട്ട് എല്ലാവരും എത്ര പേരാണ് വരുമാനം ഉണ്ടാക്കുന്നത്. അതൊക്കെ നമുക്ക് സ്വാഗതാർഹമാണ്. എല്ലാവർക്കും താല്പര്യമുള്ള കാര്യങ്ങൾ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ വളരെ നല്ലത് തന്നെയാണ്. പക്ഷെ സൈബർ ഇടങ്ങളിൽ നമ്മൾ പറയില്ല വ്യാജ പ്രചാരണങ്ങൾ നടക്കുന്നു എന്ന്. സത്യത്തിൽ ഈ വ്യാജ പ്രചാരണങ്ങളെക്കാൾ ഏറ്റവും വലിയ ഭവിഷ്യത്ത് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള യൂട്യൂബേഴ്സ് ആണ്. ഞാൻ പറഞ്ഞതുപോലെ ഒരു ഇന്റർവ്യൂ ഇവരുടെ നടത്തുകയാണ്. അപ്പൊ ഇവര് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, ഇതിന്റെ പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത്, അതായത് വളരെ കുടില് പോലത്തെ വീടുകൾ ഇപ്പോഴും ഉണ്ട് അല്ലെ, അടച്ചുറപ്പില്ലാത്ത വീടുകൾ അല്ലെങ്കിൽ ഓടിട്ട വീടുകൾ, അങ്ങനെയൊക്കെ ഉള്ള ഇടങ്ങളിൽ അല്ലെങ്കിൽ ഒളിഞ്ഞു നോക്കാൻ പാകത്തിന് ഇടമുള്ള ഇടങ്ങളിൽ പോയിട്ട് ഇവര് ഇത് ഒളിഞ്ഞു നോക്കും. എന്നിട്ട് ഇവരെ കാണുമ്പോൾ അത്തരത്തിൽ അശ്ലീല ചുവയോടുകൂടി സംസാരിക്കും. ഇതൊക്കെയാണ് ചെയ്യുന്നത്. അത് ഇവന്മാരുടെയൊക്കെ പ്രായം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇതിൽ മുഹമ്മദ് നിഹാദ് എന്ന് പറയുന്ന തൊപ്പി, ഉം, ഉം, തൊപ്പിയുടെ ജീവിത സാഹചര്യത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ പറയും ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാണ് വളർത്തുന്നത്, നമ്മൾ TV കാണിക്കില്ല, നമ്മൾ പാട്ട് കേൾപ്പിക്കില്ല, നമ്മൾ സിനിമ കാണിക്കില്ല എന്നൊക്കെ പറയും. ഈ തൊപ്പിയുടെ പിതാവ് ഒരു അധ്യാപകനാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു അധ്യാപകന്റെ മകന് ഇത്രത്തോളം അധപ്പതിക്കാൻ സാധിക്കുന്നു. അപ്പോ മക്കൾക്ക് വേണ്ട സ്വാതന്ത്ര്യം അവരെ മനസ്സിലാക്കുകയും അവർക്ക് വേണ്ടുന്ന കറക്ഷൻസ് നൽകുകയും ഒക്കെ ചെയ്ത് വളർത്തുമ്പോൾ ഇത്രയും ഉണ്ടാകുമോ? ഇല്ല. നമ്മൾ ഒരുപാട് പിടിച്ചു വെക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ ഇതിന്റെ എല്ലാം ഒരു ട്രോമയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണോ ഇവന്റെ ഈ ഒരു പ്രശ്നം എന്നുള്ളത് പോലും നമ്മൾ ചിന്തിച്ചു പോകും എന്നുള്ളതാണ്. ഇനി ഇവന്മാരൊക്കെ ഈ കിടന്ന് മെഴുകുന്നത് നമ്മുടെ സൈബർ ലോകത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതൊക്കെ നമ്മുടെ നിയമപാലകരൊക്കെ അറിയാഞ്ഞിട്ടാണ്. DGPയോ ഇത്രയും വലിയ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരോ ഒന്നും വേണ്ട, സാധാ ഒരു കോൺസ്റ്റബിൾ മതി. ഇവന്മാര് പറയുന്ന കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കിയിട്ട് ചെവി അടിച്ചു പോയി എന്ന് പറയുന്ന പോലത്തെ കാര്യങ്ങളാണ്. ഇങ്ങനെ വന്ന് ഡ്രഗ്സ് ഉപയോഗിക്കുന്നതും ഒക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. എന്നിട്ടാണ് ഈ തമ്മിലടി ഉണ്ടായത്. അപ്പൊ സ്വാഭാവികമായും നമുക്ക്
മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവന്മാർക്കിടയിൽ എവിടെയോ ഒരു ധാരണാപിശകിൽ പ്രശ്നമുണ്ടായിട്ടുണ്ട്, ധാരണയിൽ പ്രശ്നമുണ്ടായിട്ടുണ്ട്, പങ്കിട്ടെടുക്കുന്നതിൽ വീതം വെക്കുന്നതിലൊക്കെ പ്രശ്നമുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഇവന്മാരെന്താണ് പ്രശ്നം, ഇവന്മാർ അവിടെ കിടന്ന് ചെലച്ചോട്ടെ എന്നുള്ളതല്ല. ഇവന്മാരൊക്കെ കൂടുന്നയിടത്ത് കൂടുന്ന കുട്ടികളുടെ പ്രായം നമ്മൾ കണക്കിലെടുക്കുമ്പോഴാണ്, നമ്മൾ പറയില്ലേ ടീനേജേഴ്സ് എന്ന് പറയുന്നത് ഏത് സമയത്ത് എങ്ങോട്ടും മനസ്സ് ചഞ്ചലപ്പെട്ടു പോകാനുള്ള ഒരു പ്രായം കൂടിയാണ്. അപ്പൊ ഇന്നത്തെ തലമുറയിൽ ഈ സൈബർ ഇടങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. കുട്ടികളുടെ സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. നമുക്കറിയില്ല, നമ്മുടെ കുട്ടികൾ പല കുട്ടികളും ഇങ്ങനെയാണ്, ഒരു മൂലയ്ക്കോ അല്ലെങ്കിൽ കട്ടിലൊക്കെ പോയിരുന്നുകൊണ്ട് ഒരു ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ 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 നോക്കിക്കൊണ്ടിരിക്കുന്നത് കാണുന്നത്. അവൻ അത് നോക്കുകയാണ്. നമ്മൾ വരുമ്പോ പെട്ടെന്ന് ഇവർ മാറ്റുന്നതും കാണാം. പലപ്പോഴും നമ്മളോട് സംസാരിക്കില്ല. നമ്മൾ ഒറ്റയടിക്ക് ഇവരെയൊക്കെ വഴക്ക് പറഞ്ഞ് വലിയ ഉറഞ്ഞു തുള്ളിക്കൊണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇവരൊന്നും പറയില്ല നമ്മളുടെ. പക്ഷേ ഇവർക്ക് പിന്നിൽ, ഈ തൊപ്പി ഉൾപ്പെടെയുള്ള ഇത്തരക്കാർക്ക് പിന്നിൽ മറ്റെന്തോ ഒരു ഗ്യാങ് ഉണ്ട്. വളരെ ഒരു അരാജകത്വം. പഠിച്ചിട്ട് എന്തിനാന്നൊക്കെയാ ചോദിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ ഇന്റർവ്യൂ കണ്ടപ്പോൾ ഞാൻ കണ്ണു തള്ളിപ്പോയി. കാരണം എന്താ പറയാ, പ്രായപൂർത്തിയായി എന്ന് ചോദിച്ചാൽ പ്രായപൂർത്തിയായിട്ടുണ്ടാവും, പുത്രിയൊക്കെ ആയിട്ടുണ്ടാവും. പക്ഷെ ഇവര് പറയുന്ന, ഞാൻ 8ാം ക്ലാസ് കഴിഞ്ഞ് പഠിക്കാനൊന്നും പോയില്ല, എന്തിനാ പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ എന്നാണ് പറയുന്നത്. അപ്പൊ കൂടെ കല്യാണം കഴിച്ച +2 കഴിഞ്ഞിട്ടുള്ള പെൺകുട്ടി പറയുകയാണ്, ഞാനിനിയിപ്പോ ജോലിക്ക് പോകണ്ട. അതെന്താ ജോലിക്ക് പോകണ്ടത്? എന്നെ നോക്കേണ്ട ഉത്തരവാദിത്വം ഇവനല്ലേ? ഇതൊക്കെ ചില സൈനുകളാണ്. ഇത് തുടക്കത്തിൽ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കളുടെ ഭാവി എന്ന് പറയുന്നത് തുലഞ്ഞു പോകും. നമ്മള് കുട്ടികൾക്ക് ചില സമയത്തൊക്കെ നമുക്ക് കൊടുക്കേണ്ടി വരും, ചില സമയങ്ങളിൽ നമുക്ക് കുട്ടികൾക്ക് ഫോൺ കൊടുക്കേണ്ടി വരും. ഇതൊക്കെ ശരിയാണ്. പക്ഷെ അവരെന്ത് കാണുന്നു, എന്ത് കേൾക്കുന്നു എന്നുള്ളത് ഇപ്പോ നമുക്ക് അറിയാനുള്ള വഴികൾ ഈ ഫോണിൽ തന്നെ ചെയ്യാനും പറ്റും. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ വലിയൊരു സാമൂഹിക ദുരന്തമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നമ്മുടെ മക്കളാണ് കൂടുതൽ ഇതിലേക്ക് അഡിക്റ്റഡ് ആയി പോകുന്നത്. അതുകൊണ്ടാണ് ചില സമയങ്ങളിൽ ചില വീടുകളിലൊക്കെ വലിയ ചോദ്യമാണ്, എന്തിനാ ഇപ്പൊ ഇത്ര പഠിച്ചിട്ട്, നമുക്ക് ഇതുകൊണ്ടൊരു വരുമാനം ഉണ്ടാക്കിയാൽ മതി. നിങ്ങൾ ആദ്യം പഠിക്കും. എന്തിൽ നിന്ന് വരുമാനം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് ഒരു ഡിഗ്രി, അല്ലെ, ഒരു മാസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്താലും, അല്ലെങ്കിൽ അതിനൊപ്പം നല്ല രീതിയിലുള്ള എന്ത് കാര്യങ്ങൾ ചെയ്താലും സ്വാഗതാർഹമാണ്. പക്ഷേ ഇങ്ങനെ കണ്ണും പൂട്ടി പഠിത്തത്തിന് പോലും പിള്ളേരെ താല്പര്യമില്ലാത്ത രീതിയിലാക്കുന്ന രീതിയിൽ ഇവര് പിള്ളേരെ എന്താ പറയാ, നമ്മൾ പറയുന്നത് വശീകരിച്ചെടുക്കുകയാണ്. അങ്ങനെ അവരുടെ മനസ്സിലേക്ക് വശീകരിച്ചെടുക്കുകയാണ്. അപ്പൊ ഇവന്മാരെയൊക്കെ പിടിച്ച് അകത്തിടണം. സ്വാഭാവികമായി ഇതിപ്പോ അന്വേഷണമായി ഇത് പിടിച്ചകത്തിട്ടാൽ സ്വാഭാവികമായി സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? ഇവന്മാര് പുറത്തിറങ്ങും. ഇവന്മാരെ ഒന്നും പുറത്തേ ഇറക്കരുത്. പുറത്തിറക്കാതെ വേണ്ട ചികിത്സ നൽകി ഇവന്മാരുടെ മാനസികാരോഗ്യമൊക്കെ വളരെ കൃത്യമായിട്ട് ശരിയായതിനു ശേഷം മാത്രം വേണമെങ്കിൽ ആലോചിക്കും എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോ അമ്മമാരെ, അച്ഛന്മാരെ പറയാനുള്ളത് ഇത്ര മാത്രമാണ്. ഇത്തരത്തിലുള്ള സൈബർ ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള അശ്ലീലങ്ങളും വന്ന് തുള്ളിത്തുളുമ്പുന്നുണ്ട്, അല്ലെ? ചില പടങ്ങളൊക്കെ പണ്ടൊക്കെ നമുക്ക് ചില രംഗങ്ങൾ സിനിമകളിൽ അല്ലെങ്കിൽ ചിത്രങ്ങളിലൊക്കെ കാണുമ്പോൾ നമുക്കൊരു എന്നുള്ളൊരു ചെറിയതൊക്കെയാണ്, അല്ലെ? കാണുമ്പോൾ പോലും നമുക്കുണ്ടാകും. പക്ഷെ ഇന്ന് ഇതല്ല, ഇതിനും അപ്പുറമുള്ള രംഗങ്ങൾ കാണുകയും കുട്ടികളായിട്ട് ഇരുന്ന് കാണുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയും കുട്ടികൾക്ക് അത് നാച്ചുറൽ ആയിട്ട് തോന്നുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. പലരും പറയും ലൈംഗിക വിദ്യാഭ്യാസം ഒക്കെ കുട്ടികൾക്ക് കൊടുക്കണം, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ. ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഇത് ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷേ എന്ത് കാര്യത്തിനും ഒരു പരിധിയുണ്ട്. ആ പരിധിക്ക് അപ്പുറത്തേക്ക് ഒരു പ്രായത്തിനുള്ളിൽ നിന്നുള്ളവര് കടന്നു പോയിട്ടുണ്ട്. ആ പ്രായം വരെയാണ്, ആ പ്രായവും പരിധിയും ഒക്കെ ബന്ധപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഒരു പ്രായത്തിൽ നമ്മൾ നൽകേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു നൽകാം. അതിനും അപ്പമൊക്കെ പോകണമോ വേണ്ടയോ എന്നുള്ളത് ഓരോരുത്തരുടെ മനസ്സ് പോലെയാണ്, ചിന്താഗതി പോലെയാണ്. അവിടെ വിദേശത്ത് അങ്ങനെ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പണ്ട് മുതലേ അനുവർത്തിച്ചു പോരുന്ന ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അവർക്കൊന്നും തോന്നില്ല. പക്ഷേ അങ്ങനെയല്ല. അവർ പോലും പലപ്പോഴും നമ്മുടെ ഒരു
സംസ്കാരവും പാരമ്പര്യവും ഒക്കെ സ്വായത്തമാക്കാൻ ശ്രമിക്കുന്നത് കണ്ടിട്ടുണ്ട്. അവരൊക്കെ ഇഷ്ടപ്പെട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ മലയാളി മണ്ണിന്റെ മരുമക്കളായിട്ടും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോ അതൊന്നും അല്ല ഇതിന്റെ ഒരു ആധാരം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ചേഷ്ടകളും കാര്യങ്ങളും കുട്ടികളെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ വലിച്ചടിപ്പിക്കുന്നതുമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. നമ്മുടെ സൈബർ ഇടങ്ങളിൽ നടക്കുന്നുണ്ട്. അതിനെതിരെ നമ്മൾ തന്നെ ജാഗ്രത പാലിക്കുകയും നമുക്കൊരു വിഷയമുണ്ടായാൽ പരാതി കൊടുക്കാം. ഇതെല്ലാമാണ്. വേണമെങ്കിൽ പോലീസിനും സൈബർ വിങ്ങിനുമൊക്കെ ബോധവൽക്കരണം നൽകാം. പക്ഷേ അത് അത് ചെയ്യുമ്പോഴും നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ കൂടിയുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം. നമ്മൾ ശ്രദ്ധിക്കണം, സ്നേഹിക്കണം. സ്നേഹത്തോടെ മക്കളെ മനസ്സിലാക്കാനും പറഞ്ഞു കൊടുക്കാനും അവർ നമ്മളോട് എന്തും പറയാനുമുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതല്ലാതെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മള് വിറപ്പിച്ചുകൊണ്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കാര്യം നടക്കുമെന്നുള്ളത് അറിയില്ല. അപ്പോ എന്തായാലും തൊപ്പി ഉൾപ്പെടെയുള്ള ചില ആളുകളുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവര് പറയുന്നതൊന്നും നമുക്ക് മനുഷ്യന്മാർക്ക് കണ്ടോ കേട്ടോ ഒന്നും നിൽക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. പിടിച്ച് പെടയ്ക്കാൻ തോന്നും. ഇവനെയൊക്കെ നമ്മള് പറയില്ലേ അരിഞ്ഞിട്ട് അതില് മുളക് പുരട്ടി കൊടുക്കണം എന്നൊക്കെ പറയുന്ന പോലെ അത്തരത്തിലുള്ള വേഷം കെട്ടുകളാണ് മുഴുവൻ പറയുന്നത്. സുരക്ഷിതമായ അകലം സൈബർ ഇടങ്ങളിൽ നമ്മുടെ മക്കൾക്ക് ഉണ്ടാവുക തന്നെ വേണം എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ അറസ്റ്റും കാര്യങ്ങളും ബാക്കിയൊക്കെ ഇങ്ങനെ മുറ പോലെ നടക്കും. നമ്മുടെ നിയമപാലകർക്കൊക്കെ ചെയ്യുന്നതിനൊരു പങ്കുണ്ട്. അപ്പോ അവരവരുടെ പണിയെടുക്കട്ടെ. നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടുന്ന ജാഗ്രതയും കരുതലും ഒക്കെ കൊടുക്കുക, അവരെ മനസ്സിലാക്കുക, അവരെ ഇത്തരം ഇടങ്ങളിലേക്ക് കൂടുതൽ പോകാൻ കൂടുതലല്ല പോകാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അഭിപ്രായം, ഒരു യോജിപ്പ് തോന്നുന്നുണ്ടോ? ഇല്ലെങ്കിൽ മാറ്റേണ്ടുന്ന, തിരുത്തേണ്ടുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട്? ദയവായി കമന്റിലൂടെ അറിയിക്കുമല്ലോ.